ഹായ്. അപ്പോൾ ഇന്നൊരു കഥ പറയാം. സ്വാമി രമണഗിരിയുടെ കഥ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം സ്വീഡനിൽ ജനിച്ച, സ്വീഡനിലെ ഒരു രാജകുടുംബത്തിൽ അംഗമായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വീഡിഷ് നെയിം പർ അലക്സാണ്ടർ വെർത്തിനാണെന്നാണ് എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സ്വീഡിഷ് വാക്കുകൾക്കൊരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കാം. അപ്പോൾ അദ്ദേഹം കുഞ്ഞിലേ മുതൽ തന്നെ ഈ ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ള അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഞാൻ ആരെന്ന് അറിയാനുള്ളൊരു വെമ്പൽ എപ്പോഴും ഉണ്ടായിരുന്നു. 1921 എന്തോണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം പിന്നീട് ഈ സ്വാമി വിവേകാനന്ദനെ പറ്റി കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ രാജയോഗിയെ പറ്റി കേൾക്കുകയൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിന് ഓൾറെഡി ഈ ആത്മീയ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളത് കൊണ്ടും അന്ന് മുതൽ ഈ ഒരു സ്പിരിച്വൽ സെൻ്റർ എന്ന് എപ്പോഴും അറിയപ്പെടുന്ന ഇന്ത്യയാണല്ലോ. സോ അദ്ദേഹം ആയിരുന്നു സ്വയം തിരിച്ചറിയാനായിട്ട് അദ്ദേഹം നടത്തിയ യാത്രകൾ അദ്ദേഹം ഇന്ത്യയിലെത്തുകയും ഈ പതഞ്ജലി വഴി അന്ന് നിലനിന്നിരുന്ന യോഗയൊക്കെ പഠിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഈ സ്വാമി വിവേകാനന്ദൻ്റെ രാജയോഗയെ പറ്റി കേൾക്കുകയും രാജയോഗ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ഈ രാജയോഗ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഭയങ്കരമായ സിദ്ധികളൊക്കെ ഉണ്ടായി. അതായത് സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസ്, ക്ലാർവോയൻസ് ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിന് താല്പര്യം അതിലൊന്നും ആയിരുന്നില്ല. ഈ വിവേകാനന്ദൻ പോലും രാജയോഗ കണ്ടുപിടിച്ചത് സ്വയം തിരിച്ചറിയാൻ വേണ്ടിയാണ്. സെൽഫ് റിയലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ടൂളാണത്. അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ചിലപ്പം ചില സിദ്ധികളൊക്കെ ഉണ്ടാവുമായിരിക്കാം. എനിവേ ഇദ്ദേഹത്തിന് ഒരുപാട് സിദ്ധികൾ ലഭിച്ചതായി പറയപ്പെടുന്നുണ്ട്. ഈ സിദ്ധികളൊക്കെ ലഭിച്ചത് കൊണ്ട് തന്നെ ഇദ്ദേഹം തൃപ്തനൊന്നും ആയില്ല. ഇദ്ദേഹത്തിന് സ്വയം തിരിച്ചറിയാനുള്ളൊരു വെമ്പൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം രമണ മഹർഷിയുടെ ആത്മവിചാരത്തെ പറ്റി കേൾക്കുന്നത്. അതായത് സെൽഫ് എൻക്വയറി എന്ന് പറയുന്ന മെത്തേഡിനെ പറ്റി കേൾക്കുന്നത്. ആ മെത്തേഡിനെ പറ്റി കേട്ട അദ്ദേഹം വളരെ ഫാസിനേറ്റഡ് ആയിട്ട് രമണ മഹർഷിയെ കാണാൻ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഒരു കൺഫ്യൂഷൻ തോന്നി. രമണ മഹർഷിയുടെ ടീച്ചിങ്ങിനോടും ഭയങ്കരമായി അറ്റാച്ച്ഡ് ആയി തോന്നി. അദ്ദേഹം കൺഫ്യൂസ്ഡ് ആയി. കാരണം അദ്ദേഹം ഓൾറെഡി രാജയോഗിയിലൊരു സന്യാസിയുടെ അടുത്ത് നിന്ന് ദീക്ഷ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു ഗുരു ഉള്ളപ്പോൾ ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ എടുത്ത് ഒരു പാത്ത് ഫോളോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഞാനിത് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ കൺഫ്യൂഷൻ ഉണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ വിഷമം പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തോട് ഗുരു പറഞ്ഞു, സാരമില്ല, നിൻ്റെ യഥാർത്ഥ ഗുരു ശരിക്കും രമണ മഹർഷിയാണ്. നീ രമണ മഹർഷിയുടെ അടുത്തേക്ക് പോകൂ, അദ്ദേഹം പറയുന്നത് എന്താണോ അതുപോലെ ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ഈ രമണഗിരി നേരെ തിരുവണ്ണാമലയിലെത്തുന്നതും രമണ മഹർഷിയെ മീറ്റ് ചെയ്യുന്നതും. ഈ രമണ മഹർഷിയോടൊപ്പം കുറച്ച് ദിവസമൊക്കെ അദ്ദേഹം സ്പെൻഡ് ചെയ്തു. അപ്പോൾ അദ്ദേഹം അന്ന് രമണ മഹർഷിയുടെ ആശ്രമത്തിൽ എപ്പോഴും ഭക്ഷണമൊന്നുമുള്ള സാഹചര്യമൊന്നുമല്ല. ഭക്ഷണത്തിന് നമ്മൾ പിച്ച എടുക്കാൻ പോകണം. ഈ ആശ്രമത്തിൽ മിക്കവരും പിച്ച എടുക്കാനായി പോവുകയും ഭിക്ഷ അയച്ച് കൊണ്ടുവരുന്നതിന് കുറച്ച് ഭഗവാനും കൊടുക്കുകയാണ്, അത് രമണ മഹർഷിക്ക് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ രമണഗിരി ഭിക്ഷ എടുക്കാനായിട്ടൊരു ചിരട്ടയായിട്ടാണ് പോകുന്നത്. ചിരട്ടയായിട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് ഭിക്ഷ കൊടുക്കാൻ ആരും തയ്യാറായില്ല. ആലോചിച്ച് നോക്കുക. അപ്പോൾ രമണഗിരിക്ക് ഇത് വളരെ വിഷമം ഉണ്ടാക്കി. അദ്ദേഹത്തിന് മാത്രം ആരും കൊടുക്കുന്നില്ല. ഇനി ഞാൻ ഫോറിനർ ആയതുകൊണ്ട്, അദ്ദേഹം സായിപ്പായതുകൊണ്ടാണോ കൊടുക്കാത്തതെന്ന് വരെയുള്ള ചിന്തകളൊക്കെ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം വളരെ വിഷമിച്ച് തിരിച്ച് രമണാശ്രമത്തിലേക്ക് വന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിഷമം കണ്ട് രമണ മഹർഷി ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി രമണ മഹർഷിയോട് പരാതി പറഞ്ഞു, എനിക്ക് ആരും ഭിക്ഷ തരുന്നില്ല, ആരും ഭിക്ഷ തരാത്തതിനാൽ എനിക്ക് കഴിക്കാനും ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. രമണ മഹർഷി അദ്ദേഹത്തോട് ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങളിനി ഒരിക്കലും ജീവിതത്തിൽ ഭിക്ഷ എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജീവിതത്തിൽ എവിടെയാണോ അവിടെ നിങ്ങളെ തേടി ഭക്ഷണം വരും എല്ലാ ദിവസവും. അതൊരു സത്യമായി മാറി എന്നുള്ളൊരു കഥയാണ്. അതായത് അദ്ദേഹത്തിന് മരിക്കുന്നവരെ പിന്നെ ഒരിക്കലും ഭിക്ഷ എടുക്കാൻ പോകേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം മരിക്കുന്നവരെയും അദ്ദേഹത്തിന് വിശപ്പുള്ള സമയത്തെല്ലാം ഭക്ഷണം അദ്ദേഹത്തിന് മുമ്പിൽ ഏതെങ്കിലും ഒരു വഴി കൂടി വന്നിട്ടുണ്ട്. ഒരു സത്യമാണ്. അദ്ദേഹം മരിക്കുന്നവരെ അദ്ദേഹം അതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു. എനിവേ രമണാശ്രമത്തിലെത്തിയ രമണഗിരി ഓൾറെഡി ഒരു ഹയർ സ്റ്റേറ്റിലായിരുന്നു. അതായത് ഒരു ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം രാജയോഗം ചെയ്തപ്പോൾ അദ്ദേഹത്തിനുള്ള ക്ലാർവോയൻസ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്തത്. സോ ഡെഫിനറ്റ്ലി അദ്ദേഹം ആത്മവിചാരം വളരെ ഡീപ്പായിട്ട്, അതായത് രമണ മഹർഷി അദ്ദേഹത്തിന് ആഹാരത്തിന് ഭിക്ഷ എടുക്കാൻ പോകേണ്ട സാഹചര്യം പോലും ഇല്ലാതാക്കി കൊടുത്തു. പിന്നെ അദ്ദേഹത്തിനൊന്നും നോക്കാനില്ല. അദ്ദേഹം പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആത്മവിചാരത്തിലേക്ക് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഫുൾ അറ്റൻഷൻ ആത്മവിചാരത്തിൽ 24 മണിക്കൂർ അദ്ദേഹം കൊടുത്തു. അതിന് തീർച്ചയായും അദ്ദേഹത്തിന് ഫലമുണ്ടായി. ഇനി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 44 ദിവസം എന്തോ എടുത്തു. ഈ 44 ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഞാനെന്ന് പറയുന്ന ഭാവം പൂർണ്ണമായി ഇല്ലാതായി. അദ്ദേഹത്തിന് സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. എത്ര സിമ്പിളായിട്ടാണല്ലേ.
ഇന്ത്യയിൽ പോലും ജനിക്കാത്ത ഒരു വ്യക്തി ഇവിടെ വന്ന് സ്വയം സെൽഫ് റിയലൈസ് ചെയ്തത്? സെൽഫ് റിയലൈസ് ചെയ്ത രമണഗിരിയുടെ അടുത്ത് ഉപദേശങ്ങൾ ചോദിച്ച് ഒരുപാട് പേര് പോയിട്ടുണ്ട്. അവരെല്ലാം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് തിരിച്ചറിഞ്ഞത്? 40 ദിവസത്തെ ഈ പറയുന്ന സെൽഫ് എൻക്വയറി കൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടായത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 40 ദിവസത്തെ ഈ ഒരു പ്രയത്നം കൊണ്ട് എനിക്ക് സംഭവിച്ചത് ഐ ബിക്കെയിം എ ഫൂൾ, ഞാനൊരു മണ്ടനായി തീർന്നു, ഈ മണ്ടന ഇങ്ങനെയായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പിന്നെ ജീവിതകാലത്തിൽ ഒരിക്കലും അദ്ദേഹം ഞാനെന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം എപ്പോഴും ഈ മണ്ടൻ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത്. സ്വയം ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ്, അതായത് മൂന്നാമതൊരു വ്യക്തിയെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും അദ്ദേഹത്തെ ഒരു മണ്ടൻ എന്നുള്ളത് മാത്രമാണ് അഭിസംബോധന ചെയ്തിരുന്നത്. സംശയം ചോദിച്ച് വരുന്നവരൊക്കെ അവർ പറയും, ഇതിലേക്ക് ഞാനുള്ളപ്പോൾ ദൈവമില്ല, ദൈവമുള്ളപ്പോൾ ഈ മണ്ടനുമില്ല. നിങ്ങൾക്ക് അതിൻ്റെ തന്തു മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ എനിക്ക് സ്വാമി രമണഗിരിയുടെ സ്റ്റോറി വളരെ ഫാസിനേറ്റിംഗ് ആവാൻ കാരണം അദ്ദേഹം ഒരുപാട് ദൂരെയാണ് ജനിച്ചത്. ഇന്നത്തെ കാലഘട്ടമൊന്നുമില്ല. അന്ന് ഫ്ലൈറ്റ് കയറി ഈസി ആയിട്ട് നമുക്ക് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ എത്താൻ കഴിയില്ല. യാത്ര ചെയ്ത് തിരുവണ്ണാമലയിൽ വരുന്നത് തന്നെ ഇന്ന് പലരും അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അനുഭവിക്കാത്ത അത്രയും ത്യാഗവും കഷ്ടപ്പാടും സഹിച്ചുള്ള യാത്രകളാണെന്നുള്ളത്. ഇന്നത്തെ സൗകര്യമൊന്നുമില്ല. നമുക്ക് അന്ന് അവിടെ നിന്ന് സ്വീഡനിൽ നിന്ന് യാത്ര ചെയ്ത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഒരു കുഗ്രാമത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹം അതിനുവേണ്ടി തയ്യാറായി. അത് എന്താണ് കാണിക്കുന്നത്? അത് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനാണ് കാണിക്കുന്നത്. നോക്കൂ, നമ്മളെല്ലാവരും ഒരുപാട് തവണ പറയും, ഞാൻ സെൽഫ് എൻക്വയറി ചെയ്യാൻ റെഡിയാണ്, ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ റെഡിയാണ്, എനിക്ക് സെൽഫ് റിയലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഞാൻ സെൽഫ് റിയലൈസ് ചെയ്യാൻ റെഡിയാണ് എന്നൊക്കെ ഇങ്ങനെ പലരും പറയാറുണ്ട്. പക്ഷേ ശരിക്കും നിങ്ങളെന്നെ റെഡിയാണോ? ആ മനുഷ്യൻ ഒരു റോയൽ ഫാമിലിയിൽ ജനിച്ച മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആ ഒരു സ്വയം തിരിച്ചറിയാനുള്ള ആ ഒരു ഫീലിങ്ങിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് വരാൻ റെഡിയായി. എത്ര പേർക്ക് അത് സാധിക്കും? ആ ഒരു ഡെഡിക്കേഷനാണ് വേണ്ടത്. അത്രയും അത് വേണം എന്നുള്ളൊരു ഫയർ ആണ് വേണ്ടത്. അത്രയും അത് വേണം എന്നുള്ളൊരു ഫയർ ഉള്ളവർക്കാണ് ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായും ഇത്രയും വേഗത്തിലും സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നത്. അല്ലാതെ ഈ ഒരു ആത്മീയ യാത്ര ഒരു ടൈം പാസ്സായി കാണുന്നവർ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിയലൈസേഷനിൽ എത്താൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒബിയസ്ലി നിങ്ങൾ കണ്ടിന്യൂസ് ആയി എന്തെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് റൈസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ വിൽ യു റീച്ച് ദി അൾട്ടിമേറ്റ് ഗോൾ? അതാണ് ചോദ്യം. എന്തായാലും ഇദ്ദേഹത്തെ പറ്റി നിങ്ങൾ വായിക്കൂ, അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കൂ. അദ്ദേഹം പറഞ്ഞ ഉപദേശങ്ങളൊക്കെ ഒരു ബുക്കായി പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആ ബുക്ക് എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല. അതും വായിച്ചു പോകും. താങ്ക് യു.